ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കൂവ പറിക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ മഞ്ഞളൊക്കെ പറിച്ച് വെച്ചു. ഇനിയിപ്പോൾ അത് വൈകുന്നേരം പുഴുങ്ങണം കേട്ടോ. അപ്പോൾ ഇന്ന് കൂവ പറിച്ച് അതിൻ്റെ പൊടിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാനും അമ്മയും അച്ഛനും മക്കളും എല്ലാവരും കൂടി കൂവ പറിക്കുകയാണ് കേട്ടോ. വടിയിലേക്കല്ലേ പോയേക്കണം. ഇതവിടെ ഉണ്ട്. ഇപ്രാവശ്യം ഇവിടെ ഇത്തിരി അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പറിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു പൊടിയൊക്കെ. അപ്പോൾ തീർന്നു, പൊടി ഉണ്ടാക്കി വെച്ചത് തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഒന്നാമത് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം പൊടി കിട്ടൂലേ മേ? ഉണ്ടാവോ? ഇടയ്ക്ക് വന്നിട്ട് ഓടിപ്പാച്ചിലാണ്. അങ്ങനെ നോക്കാൻ തന്നെ കാണുന്നില്ല, ചെരുപ്പ് കാണുന്നില്ല. നിങ്ങൾ എത്ര പേര് ഇതുപോലെ പൂവ് പിടിച്ച് കഴിഞ്ഞ് നീരെടുത്ത് അതിനെ പൊടിയാക്കി എടുക്കാറുണ്ട്? നമ്മളിവിടെ മിക്ക വർഷങ്ങളിലും ഉണ്ടാക്കി എടുക്കാറുണ്ട് കേട്ടോ. പൂപ്പൊടി കടയിൽ നിന്ന് വാങ്ങൽ കുറവാണ്. കാരണം കടയിൽ നിന്ന് വാങ്ങുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ കറക്റ്റ് കിട്ടണമെങ്കിൽ അതിൽ കൂട്ടുണ്ടാവും. ആ ഒരു വീട്ടിലും ഉണ്ടാവില്ല കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്നത് നമ്മൾ സ്വന്തം വീട്ടിലുണ്ടാക്കുന്നതും ഒത്തിരി അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വാഴയ്ക്ക് വളം ഇടുകയാണ് കേട്ടോ. ഓ ആ കത്തി ബാക്കിയുള്ളത് പച്ചക്കറിക്ക് ഇട്ടോളാനൊക്കെ പറയുന്നുണ്ട് അച്ഛൻ. ഒരുക്കുന്ന ഇങ്ങനെ കത്തി ഇങ്ങനെ ഒരുക്കുന്ന ഭാഗമാണ് ഇത്. ഒരുക്കി എടുക്കുകയാണ്. വീഴും. മതി. ഇതിന് ശേഷം ക്ലീനാക്കി കഴുകിയെടുക്കും. എന്നിട്ട് ഉരലിലിട്ട് ഇതുപോലെ നന്നായി ഇടിച്ചെടുക്കും കേട്ടോ. എല്ലാം നന്നായി ഇടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇത് വാരി നല്ലൊരു പാത്രത്തിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ വായ മൂടി ഒരു തുണിയിട്ട് കെട്ടി വയ്ക്കുക. എന്നിട്ട് കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഇടിച്ചെടുത്തത് അതിൻ്റെ അകത്തിട്ട് നന്നായി തിരുമ്മി അതിൻ്റെ നീര് ആ വെള്ളത്തിലേക്ക് ഇറക്കിയെടുക്കണേ. അല്ലേ ഒന്നുമില്ല. ഇതെന്താ സാധനം? ഇതിലെല്ലാം തിരിഞ്ഞ് നന്നായി അതിൻ്റെ വേസ്റ്റില്ലേ, ആ ചണ്ടി എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ എന്ത് ചെയ്യുക, ആ ചണ്ടി ഒന്നുകൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുത്തു കേട്ടോ. അതിലുണ്ടാവും അതിൻ്റെ സത്ത്. അപ്പോൾ അത് നന്നായി എടുത്ത് അടിച്ച് ലാസ്റ്റ് വന്ന ഇതാണ് കേട്ടോ, അതിൻ്റെ വേസ്റ്റാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് വേണ്ട. പിന്നെ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ പുഴുങ്ങുകയും ചെയ്തു. മക്കൾക്ക് കഴിക്കുന്നത് നല്ലതാണല്ലോ, എല്ലാവർക്കും നല്ലതാണ്. മൂത്രക്കടച്ചിൽ, അതുപോലെ തന്നെ വെള്ളപ്പോക്ക്, അങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും ഇത് നല്ലതാണ്.